ഹായ് സർ, ഹലോ. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം സാഫിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഒരു PG പ്രോഗ്രാമാണ് MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. സ്വാഭാവികമായിട്ടും മാധ്യമ പഠന മേഖലയിൽ അതിൻ്റെ വ്യത്യസ്ത യോണറുകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഏറ്റവും മികച്ച കോഴ്സാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. സാഫിയിൽ തന്നെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ 16 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു പഴയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് സാഫിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇത് അപ്പാർട്ട് ഫ്രം എനി അതർ സബ്ജക്ട്സ്. ഒരുപക്ഷെ പല PG കോഴ്സുകൾക്കും അവരുടെ തന്നെ UG കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടാവുക. പക്ഷേ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിൽ ഏത് ഡിഗ്രി ചെയ്ത കുട്ടികൾക്കും, അത് സയൻസ് ആവട്ടെ ആർട്സ് ആവട്ടെ, ഏത് ഡിസിപ്ലിനിൽ ഡിഗ്രി ചെയ്ത ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതോ ഇതിലൊറ്റ കണ്ടീഷനുള്ളൂ, ഇതിൽ ആസ്പിരൻ്റ് ആയ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു PG പ്രോഗ്രാമാണ് MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇതിനൊരു ബാരിയർ, ഡിസിപ്ലിനറി ബാരിയർ ഇതിനില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ PG ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞൊരു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? പൊതുവിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് പ്രിൻ്റ്, വിഷ്വൽ, റേഡിയോ അല്ലെങ്കിൽ ആഡ്, ഇങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത്. നമ്മൾ സാധാരണ പറയാറുള്ള 28 മേഖലകളിൽ ഒരു PG ജേർണലിസം കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഏതൊക്കെ മേഖലയിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പോൾ കോണ്ടൻറ് ക്രിയേഷൻ ആണെങ്കിലും, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണെങ്കിലും, ക്യാമറ ആണെങ്കിലും, ലൈറ്റിംഗ് ആണെങ്കിലും, ഫിലിം ആണെങ്കിലും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും, അതുപോലെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും, വ്യത്യസ്ത മേഖലകളിൽ ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ എല്ലാ ഇൻഡസ്ട്രിക്കും എല്ലാ ഡിസിപ്ലിനിലുള്ള ആളുകൾക്കും ആവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമാണ്. ഇതിനങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പല്ല, അത്രമാത്രം സ്കോപ്പ്. പ്രത്യേകിച്ച് AI കടന്നവരോട് കൂടി ഇതിൻ്റെ സ്കോപ്പ് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതൊരു കുട്ടിക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല, ഏറ്റവും മികച്ച ഒരു കരിയർ പെർസ്പെക്റ്റീവുള്ള ഒരു കോഴ്സാണ്. ഞങ്ങളെ തന്നെ പ്ലേസ്മെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ മറ്റും പല ഡിസിപ്ലിൻ്റെ അടുത്ത് പരിശോധിക്കുമ്പോൾ 100% പ്ലേസ്മെൻ്റ് ഉള്ള ഹയർ എഡ്യൂക്കേഷന് പോകാത്ത മുഴുവൻ കുട്ടികളും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്ന, നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് സൂചിപ്പിക്കുന്നത് ഇതിൽ അത്രത്തോളം സാധ്യതകളുണ്ട് എന്നാണ്. ഈ കോഴ്സിന് സാഫിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? അതെനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഡിഫറൻസാണ്, അല്ലെങ്കിൽ യുണീക്ക്നെസ്സാണ്. ഞങ്ങളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഒരു സിലബസിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ വളരെ കുറവാണ്. ഒരു 20% പ്രാക്ടിക്കലും ബാക്കിയൊക്കെ തിയറി ഓറിയൻറ്റഡ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കകാലം മുതൽ, ദോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സിലബസിലില്ലെങ്കിൽ പോലും 50-50 പ്രാക്ടിക്കൽ പ്ലസ് അതുപോലെ തിയറി എന്നുള്ള കോമ്പിനേഷനിൽ ഇൻഡസ്ട്രി ഫിറ്റ്നസ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. ഞങ്ങളുടെ ഒരു അലുമിനി പൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 2 നാഷണൽ അവാർഡ് നേടിയ സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ സക്കരിയ അവിടെ പഠിച്ചതാണ്. കപ്പേളയിലൂടെ ദേശീയ പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അനീസ് നാടോടെ പഠിച്ചതാണ്. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആയിഷയുടെ സംവിധായകൻ ആമിർ പള്ളിക്കൽ, കഠിന കഠോരം എണ്ടകടാത്തിൻ്റെ സംവിധായകൻ മൊഹസിൻ, അതുപോലെ കടകൻ്റെ സംവിധായകൻ സജിൽ, മണിയറൽ അശോകൻ്റെ സംവിധായകൻ ഷംസു സൈബ, ഇങ്ങനെയുള്ള 10ഓളം സംവിധായകർ ഇതിനകം പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഒരു സംവിധായകർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ഇനി വിഷ്വൽ മീഡിയ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള റിയ ബേബി മാതൃഭൂമിയിലെ ഞങ്ങളുടെ അലുമിനിയാണ്. ഗൾഫ് കൺട്രികളിൽ അറിയപ്പെടുന്ന RJ ആയിട്ടുള്ള ചിന്നു പോൾ ഞങ്ങളുടെ അലുമിനിയാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള BBC അവാർഡൊക്കെ നേടിയിട്ടുള്ള VM സാദിഖ് അലി ഞങ്ങളുടെ അലുമിനിയാണ്. പോസ്റ്റ് ഡോക്ടർ ഫെലോ നേടിയിട്ടുള്ള ഡോക്ടർ K അഷ്റഫ് ജോഹാൻസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പോസ്റ്റ് ഡോക്ക് നേടിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഓരോ മേഖലയിലും ഞങ്ങളുടെ തന്നെ കുട്ടികൾ ഓൺ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ആഡ് ഫേംസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു 8-10 ആളുകൾ സ്വന്തം ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺട്രപ്രനേഴ്സായിട്ട് മാറിയിട്ടുള്ള, അത് മീഡിയ ഓൺട്രപ്രനേഴ്സായിട്ട് മാറിയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാഫിയുടെ ഒരു പ്ലേസ്മെൻറ്റ് റേഷ്യോ, സാഫിയുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരു വ്യതിരിക്തത, സാഫിയിലെ ഫെസിലിറ്റീസ്, ഞങ്ങൾക്ക് നല്ലൊരു ഓഡിയോ വിഷ്വൽ തിയേറ്ററുണ്ട്, ഞങ്ങൾക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പ്രൊഡക്ഷൻ ഫ്ലോറുണ്ട്, അതുപോലെ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്, എഡിറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്,
സൗണ്ട് ബൂത്ത് ഉണ്ട്, ഗ്രാഫിക്സ് സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ആൽഫ സോണി ക്യാമറ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച, അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ നാക്ക് പിയർ ടീം വിസിറ്റിലൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ സാഫി നാക്കിൻ്റെ A++ നേടിയ കോളേജാണ്. അതിൽ പോലും അതിൻ്റെ എക്സിറ്റ് റിപ്പോർട്ടിൽ പോലും മികച്ച ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ അലുമിനി, ഞങ്ങളുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള വ്യതിരിക്തത, അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, ഞങ്ങളുടെ ഒരു പിന്നെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഫീനെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് സംശയമില്ലാണ്ട് പറയാൻ പറ്റും സാഫി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ദ ഫസ്റ്റ് ഓപ്ഷൻ. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതൊരു എൻട്രൻസ് ബേസ്ഡ് PG ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. സോ ഇപ്പോൾ സാഫി ഒരു ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എൻട്രൻസ് പ്രൊസീജിയർ ഉണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് നേരത്തെ നടത്തുമെങ്കിലും അതിന് റിസൾട്ടൊക്കെ വരാൻ ഒരുപാട് വൈകുകയും അങ്ങനെ നവംബറിൽ അഡ്മിഷൻ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഓട്ടോണമസ് കോളേജ് ആയത് സ്ഥിതിക്ക് ഞങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ എൻട്രൻസ് ആണ് നടത്തുക. അത് ഈ മെയ് മാസത്തിൽ തന്നെ ഈ എൻട്രൻസ് നടക്കും. അപ്പോൾ വളരെ നേരത്തെ തന്നെ ജൂൺ മാസത്തിൽ തന്നെ ചേരാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് ഞങ്ങൾ എൻട്രൻസ് ക്രമീകരിച്ചിട്ടുള്ളത്. സാഫിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ വിത്തിൻ 2 വീക്സ് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞൊരു 1 വീക്കിനുള്ളിൽ തന്നെ എൻട്രൻസ് എക്സാം നടക്കും. മെയ്യോട് കൂടി എൻട്രൻസ് എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്ത് ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്തിട്ട് ജൂണിൽ അഡ്മിഷൻ എടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്ന ഒരു പ്രശ്നമില്ല. സാഫിയിൽ പലപ്പോഴും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാറുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസിന് കാത്തിരുന്ന് അലോട്ട്മെൻറ്റ് വൈകി അവസാനം ഏതെങ്കിലുമൊക്കെ കോളേജിൽ കിട്ടിയിട്ട് ഇവിടെ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും ചേരാൻ പറ്റാതെ പോകുന്ന ഒരു ക്രൈസിസ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നു. ഒരു ഓട്ടോണമസ് കോളേജായ സ്ഥിതിക്ക് ഇനി അങ്ങനത്തെ ഒരു ക്രൈസിസ് ഇല്ല. സാഫി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ മെയിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്.